ഹലോ ഗായ്സ്, ഇന്ന് ഞാനും ശ്രുതിയും കൂടിയിട്ട് ഇന്ന് പുറത്ത് പോവാണേ. കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ പുറത്തു പോകണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങക്ക് ഷിഫ്റ്റും കാര്യങ്ങളും ഒരേ ദിവസം അല്ലാത്തതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഞങ്ങൾ ആതിര ചേച്ചീനെ സ്മരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചേച്ചി ഇവിടില്ല. ചേച്ചി ഇത് വീഡിയോയിൽ കണ്ടാൽ മതിട്ടാ. ഇനി നമുക്ക് ഒരുമിച്ച് വരുമ്പോ പോവാം. ശ്രുതി പോവാം. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് തരാം. ആദ്യം ആന്റിയോട് പറയണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യം ആന്റിയോട് പോയി പറഞ്ഞിട്ട് ചോറ് വേണ്ടാന്ന് പറയണം. എന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നടന്നാ മതിയായിരുന്നു. ഞങ്ങളായാലും പറയാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇപ്പൊ അത്യാവശ്യമായി വേണ്ട കാര്യം കൊടയാണ്. അതില്ലാണ്ട് പോയാൽ തെണ്ടി എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും. ശ്രുതി വാ, പോവാൻ. വാ, ലെറ്റ്സ് ഗോ. നോക്കി നടന്നില്ലേ പല്ലി പോവേ. ഇവിടെ പൂച്ചയുണ്ട് കേട്ടാ. പൂച്ച സാറ്. ഈ പൂച്ച പ്രസവിച്ചു. ഇതിന്റെ കുട്ടികളെ എവിടെ കൊണ്ടുവച്ചാണേന്ന് അറിഞ്ഞൂടാ. മോർണിംഗില് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ കരച്ചിൽ വെക്കുന്നത് ആണോ? ഇപ്പൊ അതിന്റെ ബാക്കിൽ കേൾക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നത് ഈ പൂച്ച പ്രസവിച്ചൊരു കുട്ടീനെ എവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. എവിടെയാന്ന് അറിഞ്ഞൂടാ. വാ, നമുക്ക് പോവാം. നല്ല ഇരുട്ടാട്ടോ. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അഖില ഗോപിയുടെ കട ഇവിടെ എവിടെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, കഴക്കൂട്ടത്ത്. അപ്പൊ അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കട, ഇന്നാണ് ഇനോഗ്രേഷൻ പറഞ്ഞേക്കണേ. അപ്പൊ അതെങ്ങനെയാണ് പോയി കാണാവോ അറിഞ്ഞൂടാ. ശരിക്കും 5 മണിക്ക് എന്താണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോ ഇറങ്ങുമ്പോ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത്, ഇതാക്കുന്നത് എന്നുള്ളതൊക്കെ. ഇനി വണ്ടി ഇടി കൊണ്ട് ചാവേണ്ടി വരും. അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇതാണ് നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ വരുന്ന ചായ സ്പോട്ട്. തിരക്കുണ്ട് ഇപ്പോഴും തിരക്കൊന്നുമില്ല. പക്ഷെ ഇവിടെയാണ് എപ്പോഴും ആൾക്കാർ കഴിക്കാറ്. കാരണം ഇവിടെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ചായയും 10 രൂപയ്ക്ക് കടിയൊക്കെ കിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടില്ല. ഇപ്പൊ ഗ്യാസിന്റെ വില ഒക്കെ കൂടിയ കാരണം അത് എന്താ 12 രൂപയായി. വണ്ടി വേസ്റ്റ് ആക്കിക്കൊണ്ട് പോകും. അതെ, വണ്ടി വേസ്റ്റ് ആക്കാണ്ട് നേരെ നോക്കി നടക്കണം. അത് വേറെ കാര്യം. ഇതാണ് നമ്മുടെ സ്ഥിരം മാർക്കറ്റ്. ഇതാണ് ഞങ്ങളെ സ്ഥിരം പോകുന്ന മാർക്കറ്റ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പകുതി സാധനങ്ങളും മേടിക്കാൻ പോകുന്നത്. കാരണം കഴക്കൂട്ടം വരെ പോയി വാങ്ങാനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. നമുക്ക് ഇതാണല്ലോ കൺവീനിയന്റ്. അതെ, ഇവിടുന്ന് കുറച്ചിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറുള്ളൂ. ഞങ്ങൾ വന്നപ്പോ കുറച്ച് നേരം വൈകി പോയി. അതുകൊണ്ടാ ലൈറ്റ് ഒക്കെ ഡൗൺ ആയി. സത്യം, ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ വന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. പറ ശ്രുതി, പറ. ശ്രുതി ക്യാമറ ഓണാക്കിയാൽ മിണ്ടൂല. ഞാൻ ഇവിടെ കിടന്ന് കറങ്ങുവാ. ശ്രുതി ക്യാമറ ഓണാക്കിയാൽ മിണ്ടൂല. കണ്ട, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടാ. ഇതൊക്കെ പാകിസ്ഥാനി ടൈപ്പ് ഒക്കെയാണ്. ഇത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നല്ലതാണ്. ഡാലിയ കട്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എല്ലാം കൊള്ളാം. വേണ്ടവരൊക്കെ വരിക. കഴക്കൂട്ടത്താണ്. ഇനി ഇതിന്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒരു വെളിച്ചുള്ള സമയത്ത് വരണം എന്നേ കാര്യമുള്ളൂ. എന്നുവെച്ചാ ഇതിപ്പോ അതിന്റെ ലൈറ്റ് ഒക്കെ പോയി. കട കുറെ നേരം ഉണ്ടാവും. എന്നുവെച്ചാൽ 11 മണി വരെയൊക്കെ ഉണ്ട്. ഇതിപ്പോ മഴ പെയ്ത കാരണം ബാറ്ററി ലോ ആയി പോയി. പക്ഷെ എല്ലാരും വരണം. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാരും വാങ്ങണം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് കേറിയാലോ. നമ്മുടെ സ്ഥിരം സ്ഥലം ഏതാണ്? ശ്രുതി സേ ഹായ്. ശ്രുതി ഇപ്പോഴാണ് ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ശ്രുതി സംസാരിക്കൂല. എത്ര പറഞ്ഞാലും ഇല്ല എന്ന് മാത്രമേ പറയൂ. ജോലി കഴിഞ്ഞാ റൂം കഴിഞ്ഞാ ജോലിക്ക് പോവും, റൂമിൽ വരും, ഫുഡ് കഴിക്കും, ഉറങ്ങും. ഇതാണ് ഞങ്ങളുടെ റൂട്ടീൻ എന്ന് പറയുന്നത്. ശ്രുതി വീട്ടിലേക്കെങ്കിലും പോകുന്നു പറയാം. എനിക്ക് വീട്ടിലേക്കും പോകാൻ പറ്റൂല. പക്ഷെ ഈ മാസം ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഇവിടെ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ ക്ലാസ്, എന്റെ ഫേവറേറ്റ് മയണൈസ്. ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നത് പെരി മന്തി. എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ മയണൈസ് ആണ് എന്റെ ഫേവറേറ്റ്. മയോണൈസ് ഇല്ലാതെ എന്ത് കഴിയും? സത്യം, എനിക്ക് മയണൈസ് ഇല്ലാതെ ഒന്നും പറ്റൂല. എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുമോ എന്തോ ശരിയില്ല. ചോദിച്ച് അവരടിക്കാൻ എന്നെ പിടിച്ചിട്ട്. ചിക്കനെ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, ചോറെടുക്കുക. ആദ്യം എനിക്കാണ് വിളമ്പളെ. നീ വിളമ്പ്. കേറുന്നില്ലല്ലോ. ദൈവമേ, ശ്രുതി എനിക്ക് വിളമ്പുന്നത്. നീ വിളമ്പടി.
എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ എങ്ങനെയോ കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് പറയുന്നത്, ഇതൊക്കെ കഴിക്കാൻ വരുമ്പോ കൂടെ വല്ലവരും കൊണ്ടുവരണം. പ്ലാൻ ഇല്ലാത്തൊരു പോയ എങ്ങനെ ഇരിക്കും. ഇനി ഉറങ്ങുക, നാളെ ഓഫീസിൽ പോണം. എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.